മാഷേ നമസ്കാരം. മാഷേ ഒരു ചെറിയ സംശയം ചോദിക്കാനാണ്. ഈ മൂത്രത്തിൽ വെള്ളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് യൂറിയ ആണല്ലോ. 95% വെള്ളവും 5% മറ്റ് ഘടകങ്ങളും. അപ്പോൾ ഈ 5%-ത്തിൽ പകുതിയും യൂറിയയാണ്. യൂറിയ ഒരു പാഴ്വസ്തുവാണെന്നാണല്ലോ നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3000-ലധികം ഘടകങ്ങളുള്ളതിൽ പകുതിയും എന്ന് വെച്ചാൽ 2.5% യൂറിയ ആണെന്ന് പറയുമ്പോൾ ഈ പാഴ്വസ്തു ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നത് അപകടകരമല്ലേ? എന്താണ് മാസ്റ്ററുടെ അതിനോടൊരു മറുപടി? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. താങ്ക് യു. നല്ല ചോദ്യമാണ്. യൂറിയ ഒരു പാഴ്വസ്തു മാത്രമല്ല, മലിനവസ്തുവും കൂടിയാണ് എന്നാണ് നാം എല്ലാം പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതുതന്നെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ യൂറിയയെക്കുറിച്ച് നടന്നിട്ടുള്ള പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങളെക്കുറിച്ചും കണ്ടെത്തലുകളെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാത്തവർ മാത്രമേ യൂറിയ ഉപയോഗശൂന്യമായ മലിനവസ്തുവാണെന്ന് ഇപ്പോഴും പറയുകയുള്ളൂ. അതിനർത്ഥം യൂറിയയെക്കുറിച്ചുള്ള അവരുടെ ധാരണ തികച്ചും അശാസ്ത്രീയമാണ് എന്നാണ്. യൂറിയയ്ക്ക് രോഗകാരികളായ ബാക്ടീരിയകളെയും വൈറസുകളെയും ചെറുക്കാൻ കഴിവുള്ളതുകൊണ്ട് അത് ആൻറ്റിബയോട്ടിക്കായും ആൻറ്റിസെപ്റ്റിക്കായും പ്രവർത്തിക്കുമ്പോൾ തന്നെ ശരീരത്തിന് യാതൊരു ഹാനിയും ഉണ്ടാക്കുന്നില്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമാണ് യൂറിയ ചെയ്യുന്നത് എന്നർത്ഥം. യൂറിയ ആൻറ്റിസെപ്റ്റിക് ആയതുകൊണ്ട് അത് ഇൻഫെക്ഷന് ചെറുക്കുകയും മുറിവുണക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. യൂറിയക്ക് രക്തത്തിലെ വിഷാംശത്തെ ദൂരീകരിക്കാൻ കഴിവുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന പഠനങ്ങളും ശാസ്ത്രജ്ഞർ നടത്തിയിട്ടുണ്ട്. പേപ്പട്ടി വിഷത്തെ, അതായത് റേബീസിനെ ചെറുക്കാൻ യൂറിയക്ക് കഴിവുണ്ട്. പാമ്പ് വിഷത്തിനെതിരെ മൂത്രപാനം നടത്താൻ പല വിഷഹാരികളും പണ്ടുമുതലേ പറയുന്നത് അനുഭവത്തിലൂടെ അവർ ഈ ജ്ഞാനം ആർജിച്ചതുകൊണ്ടാണ്. ഡോക്ടർ സെഡഫ് സ്പിറോ, ഡോക്ടർ റാംസ്ഡൺ തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ പഠനങ്ങൾ ഇക്കാര്യം തെളിയിച്ചിട്ടുണ്ട്. യൂറിയയ്ക്ക് ക്യാൻസറിനെ ചെറുക്കാൻ കഴിവുള്ളതുകൊണ്ട് അത് ഫലപ്രദമായ ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് ഡോക്ടർ ഡാണോപോളസ് എന്ന ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ തെളിയിക്കുകയും തുടർന്ന് അത് ശരിയാണ് എന്ന് ഡോക്ടർ വിൻസെൻ്റ് സ്പെക്ഹാർട്ട് എന്ന ശാസ്ത്രജ്ഞൻ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂറിയ ചേർന്ന ക്രീമുകൾ ഉപയോഗിച്ചുള്ള ഡ്രസ്സിംഗ് ഇന്നും മുറിവുണക്കാൻ ആധുനിക വൈദ്യം ചെയ്യുന്നുണ്ട്. വരണ്ട ചർമ്മം, അതുപോലെ സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മ രോഗങ്ങൾക്കെതിരെ ഇന്ന് യൂറിയ അടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിനെയും യൂറിയ അതിനെതിരെ ചെറുക്കുന്നതിനും യൂറിയ ഫലപ്രദമാണ്. പ്രമേഹത്തിനും എയ്ഡ്സിനും സോഡിയം കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്കും മറ്റും ഉള്ള പല മരുന്നുകളിൽ പോലും ഇന്ന് യൂറിയ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇനിയും യൂറിയയെക്കുറിച്ച് ഗവേഷണം നടക്കേണ്ടതുമുണ്ട്. എന്താണ് ഇതിനൊക്കെ അർത്ഥം? യൂറിയ വിഷകരമായ വേസ്റ്റാണെന്ന് പഴഞ്ചന്മാരായ അല്പജ്ഞർ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രം യൂറിയയുടെ ഔഷധ ഗുണം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർഭസ്ഥ ശിശു കുടിക്കുന്ന മൂത്രത്തിൽ പോലും യൂറിയ തന്നെയാണ് മുഖ്യ ഘടകം. നമ്മുടെ മുതിർന്ന ആൾക്കാരുടെ മൂത്രത്തിലുള്ളതുപോലെ കുഞ്ഞിൻ്റെ ശരീരം മൃദുവായി നിലനിർത്തുന്നതിലും ഇൻഫെക്ഷൻ ബാധിക്കാതെ അതിനെ രക്ഷിക്കുന്നതിലുമൊക്കെ യൂറിയക്കും പങ്കുണ്ട്. അതുപോലെ ക്രിയാറ്റിനും യൂറിക് ആസിഡും ഒന്നും വിഷവസ്തുക്കളല്ല. കൂടിപ്പോയാൽ ശുദ്ധജലം പോലും ഹാനികരമായി തീരുകയും ചെയ്യും. മൂത്രത്തിലുള്ളത് ഒറിജിനൽ യൂറിയയാണ്. അതടങ്ങിയ മൂത്രം ദശവർഷക്കണക്കിന് കാലം കുടിച്ചവർക്കൊന്നും അതുമൂലം യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന അനുഭവ സത്യവും ശാസ്ത്രസത്യത്തെ സ്ഥിരീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതിനാൽ മൂത്രപാനം ഒരിക്കലും അപകടം ചെയ്യുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. നന്ദി.